ഹായ് മകളെ, നീറ്റ് എക്സാം റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസും വന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും അല്ലെങ്കിൽ മീഡിയകളിലും ഒക്കെ അതിന്റെ ചർച്ചകളാണ്. നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ NTA നടത്താനിരുന്ന ചില നെറ്റ് എക്സാമിനേഷൻസിന്റെ എക്സാം ഡിക്ലറേഷൻ മാറ്റിവെച്ചു. അതുപോലെ തന്നെ എക്സാംസിന്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു, മാറ്റിവെക്കുക ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ക്വേറ്റ് എൻട്രൻസ് എന്നതാണ്. CUT എൻട്രൻസ് എക്സാം നടന്നു. ഇനി എന്നാണ് അതിന്റെ റിസൾട്ട് വരിക? ആ റിസൾട്ടിലും ഇതുപോലെ എന്തെങ്കിലും ഗുലുമാലുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആശങ്ക ചിലപ്പോൾ നമുക്കും ഉണ്ടാകാം. എന്തുകൊണ്ടാണ് CUT എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് ഇത്രയും വൈകുന്നത്? ഓഫ് കോഴ്സ് ഇപ്പോൾ നടക്കുന്ന ഈ കോൺട്രവേഴ്സീസ് തന്നെയാണ് NTA അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണം. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി നേരത്തെ CUT എൻട്രൻസ് റിസൾട്ട് വരുമെന്നാണ്. പക്ഷേ അത്രയും നേരത്തെ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നായിരിക്കും ഈ CUT എൻട്രൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നതാണ്. ലേറ്റസ്റ്റ് മീഡിയ റിപ്പോർട്ട്സ് പ്രകാരം 2 വീക്സിനുള്ളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 30-ാം തീയതി എന്നൊരു അഭ്യൂഹം നമ്മൾ കേൾക്കുന്നുണ്ട്, ഈ മാസം ജൂൺ 30. സോ എന്തായാലും നമുക്കൊരു 2 വീക്സിനുള്ളിൽ എന്ത് ചെയ്യാം, ഈ ഒരു റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നീറ്റ് എൻട്രൻസിന് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിൽ വന്നതുപോലെയുള്ള ഒരു തിരിമറി നമ്മൾ CUT-ൽ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം വേറെ ഒന്നുമല്ല, ഇപ്രാവശ്യത്തെ നമ്മുടെ CUT എൻട്രൻസ് എക്സാം നടന്നത് 2 മോഡുകളിലാണ്. അതായത് CBT മോഡിലും നടന്നിട്ടുണ്ട്, പെൻ ആൻഡ് പേപ്പർ മോഡിലും നടന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെയുള്ള തിരിമറികൾ നടക്കാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ വരട്ടെ. എത്രയും വേഗം നമുക്ക് അഡ്മിഷൻസിന്റെ പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.